കിട്ടുന്ന അവസരങ്ങൾ കാലാകാലങ്ങളായി തങ്ങളെ പിന്തുണക്കുന്ന വലിയൊരു ജനസാമാന്യം ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഫലത്തിൽ പൂർണ്ണമായും ഈ അധികാരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കീശ വീർപ്പിക്കാൻ അതിസമ്പന്നരാവാനുള്ള വലിയ ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അഴിമതിക്കെതിരെ CPIM പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി മെമ്പർ അബ്ദുള്ള നവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച റാലിയാണ് ഇത്. പ്രിയമുള്ളവരെ, ഈ സമരത്തിൽ അണിചേരാൻ മുഴുവൻ ജനാധിപത്യ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ TP ഹാരിസ് നടത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ജില്ലാ പഞ്ചായത്തിലെ ഭൂരിപക്ഷം മറയാക്കിക്കൊണ്ട് ലീഗ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ആരോപിച്ച് ജില്ലാ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന അഴിമതിക്കും അധികാര ദുർവിനിയോഗത്തിനുമെതിരെയാണ് CPIM പെരിന്തൽമണ്ണ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സദസ്സും സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി നഗരം ചുറ്റി വലിയങ്ങാടിയിൽ സമാപിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കാളികളായി. തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് CPIM ജില്ലാ കമ്മിറ്റി മെമ്പർ അബ്ദുള്ള നവാസ് ഉദ്ഘാടനം ചെയ്തു. അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉള്ള അധികാരങ്ങൾ ഉപയോഗപ്പെടുത്തി വലിയ അഴിമതി നടത്തി തങ്ങളുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാമെന്നാണ് അവർക്ക് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ സമീപ വർത്തമാനകാലത്തെ ചില അനുഭവങ്ങൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ച കാലം മുതൽ ജില്ലാ പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് മുതൽ തുടർച്ചയായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടിയാണ്. ഈ മലപ്പുറം ജില്ലയുടെ സർവ്വതോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾ, വികസനം ഉറപ്പുവരുത്താനുള്ള ഭാവനാപൂർണമായ പദ്ധതികൾ ആവിഷ്കരിക്കാനല്ല അവർ ശ്രമിച്ചിരുന്നത്. കിട്ടുന്ന അവസരങ്ങൾ കാലാകാലങ്ങളായി തങ്ങളെ പിന്തുണക്കുന്ന വലിയൊരു ജനസാമാന്യം ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഫലത്തിൽ പൂർണ്ണമായും ഈ അധികാരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കീശ വീർപ്പിക്കാൻ അതിസമ്പന്നരാവാനുള്ള വലിയ ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയല്ല. നമ്മുടെ പൊതുസമൂഹം അറിയിക്കുന്ന ഗൗരവത്തിൽ അത് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് CPIMന്റെ ഇടതുപക്ഷത്തിന്റെ വിമർശനം. നോക്കൂ, നിങ്ങൾ മലപ്പുറം ജില്ലയിലെ മങ്കട മണ്ഡലത്തിലെ മക്രാപറമ്പ് ഡിവിഷനിൽ നിന്ന് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മെമ്പറായ ജില്ലാ പഞ്ചായത്ത് അംഗമായ TP ഹാരിസ് എന്ന് പറയുന്ന ഒരു പ്രാഥമിക വിദ്യാലയത്തിലെ അധ്യാപകൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള അവസരവും അധികാരവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പ്രൊജക്ടുകളുടെ പേരിൽ കോടികളാണ് കൈക്കലാക്കിയത്. ചെറിയ തുകയൊന്നുമല്ല. ജില്ലാ പഞ്ചായത്ത് ഭരണത്തിന്റെ മേൽവിലാസത്തിൽ നടത്തിയ തട്ടിപ്പ് മെമ്പറിലേക്ക് മാത്രം ചുരുക്കുന്നതിനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കണ്ടെത്തിയ ക്രമക്കേട് മുതൽ പദ്ധതികളുടെ നിർവഹണത്തെ സംബന്ധിച്ചും സർക്കാർ നേരിട്ട് അന്വേഷണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIMന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രതിഷേധ മാർഗങ്ങൾ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ MK ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P ഷാജി, വൈസ് ചെയർപേഴ്സൺ A നസീറ ടീച്ചർ,
നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അലവി, സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി.കെ. ജയൻ, പാതായ്ക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാധാകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി മെമ്പർ സി. ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ ടൺ, പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.